എന്താ വയ്യ അല്ല ഗായ്സ് നമ്മള് തന്നിരിക്കുന്നത് എന്താ നമ്മളെ അവളയിൽ ആദ്യത്തെ ഫസ്റ്റ് കല്യാണം ലാസി എന്നാ കല്യാണം ടൈം ആയിക്കില്ല ഇവിടെ ഡാൻസ് പിന്നെ പറഞ്ഞു ഡാൻസുകൾ ഉണ്ട് അപ്പൊ നമുക്ക് വ്ളോഗ് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കല്യാണ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റാക്സി എനിക്ക് പ്രശ്നമുണ്ടോ? വീഡിയോ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ നോഹയാണിത്, ഇതാണ് റാസി, ഇതാണ് മാജി, ഇതാണ് നമ്മളെ ഫസ്റ്റ് യൂട്യൂബർ, നമ്മളെ കോളേജിലെ ഫസ്റ്റ് യൂട്യൂബറും എല്ലാമായ ഹിബ. പിന്നെ ഇതാ നമ്മളെ ഹജറ വി പി. നിടുവിനെ കാണിക്കരുത്. അയ്യോ നിടുവിനെ കാണിച്ചില്ല, വൈറലായി ഫുള്ള് കാണിച്ചു നമ്മള്. ഇത് പി ടി അസ്ലാമല് എന്താ പി ടി കിട്ടുന്നോ? യുടെ വീഡിയോ ആണ് ഈ കാണുന്നത്. എനിക്ക് ഇതായിട്ടൊരു ബന്ധമില്ല. അത്രക്ക് മുട്ടി നിക്കാണോ? അതെ, മുട്ടി നിക്കാണ് നമ്മൾ. പുതിയ അപ്ഡേറ്റിൽ എന്താണ്? നമ്മളതിന് ചായ കുടിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പൊ നമ്മളെ പ്ലാന് മാറ്റി ചോറ് കഴിക്കാതെ ചോറ് കഴിക്കാം. നമ്മള് ചായ കുടിക്കാൻ വന്ന ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും അറിയൂ. പള്ളി അറിഞ്ഞാൽ നമുക്ക് ആക്റ്റീവായിട്ട് ബ്ലോഗ് എടുക്കണ്ട. എന്റെ ടീം വൈറലായി ഞണ്ടിക്കില്ല. നമ്മളെ മറ്റേ സാൻഡ്ബാക്സിലൂടെ പേരെന്ന് പറഞ്ഞു. നിങ്ങളെ ഫാമിലി കാണണമെങ്കിൽ നമ്മള് ഇൻസ്റ്റ പോയി നോക്കിയായിട്ട് ഇൻസ്റ്റയിലുണ്ട് ഇവർ പറയാങ്ങള്. നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇറങ്ങിയ ശേഷമുള്ള എന്തെല്ലാം നിങ്ങൾ അനുഭവം പറയാം? എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്, ഇതൊന്ന് വൈറലായി പോയി ഭയങ്കര. അതിന്റെ കമന്റ് നോക്കി നോക്കുമ്പോ സന്തോഷമുണ്ട് ഭയങ്കര കമന്റ് നിങ്ങൾ വായിക്കട്ടെ. എന്താ കമന്റ്? ഫുള്ള് പോസിറ്റീവ് അല്ലേ? ഓ എല്ലാം പോസിറ്റീവാ. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല നന്നായിട്ട്. മോളെ മെസ്സേജ് അയച്ചിരുന്നു, പിന്നെ ഒരു വിവരമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല. ഇന്ന് പോയി എല്ലാം കാണുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാം. മതി മാജി പറയും. നാളെ ഞാൻ ചിലപ്പോ ജീവനോടെ ഇല്ലെങ്കിലും മാജിയായിരുന്നു. മാജിയാണ് നമ്മൾ മെയിന്. എന്താണ്? ഓ ഫുള്ളായിട്ട് പിടിച്ചിരിക്കും എല്ലാം ഫുള്ളായിട്ട്. നിങ്ങൾ വേറെ ഓ കാരണന്മാർ യുകെന്റെ ഫുൾ ഫാൻസ്. ഏത് മാജി എന്തെങ്കിലും തള്ളി ഇറക്കുന്നുണ്ട് ഇവിടുന്ന്. വായിച്ച് നമ്മളെ ഇതുപോലെ തന്നെ നാളെയും വ്ലോഗ് ഉണ്ടാവും. ഇതിന്റെ ഫുള്ള് ആക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ്. എടാ മച്ചു നമ്മളിവിടെ ഫുള്ള് കൺട്രോൾ ചെയ്യാൻ കിട്ടുക. മച്ചു നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ വേറെ ആരും ഇല്ല. ഏത് ഞാനിത് അപ്ലൈ ചെയ്യാ. കഴിച്ചിരിക്കും. വീട്ടിൽ എന്താ പറയാനുള്ളത്? നമ്മളിവിടെ ഫുള്ള് നോക്കൂലേ പണി. ഇവിടെ നമ്മള് പണിയെടുത്തിരിക്കും. എനിക്ക് എങ്ങനെയുണ്ട് ഇവിടെ അവരുടെ എക്സ്പീരിയൻസ്? എന്താ നിടുവന്ന് ചിരിക്കുന്നേ? ഇതിന് വേറെ നമ്മള് യാദൃശികമായിട്ട് നമ്മളെ വീഡിയോ എടുത്ത ഒരാളെ കണ്ടപ്പോ നമുക്ക് സന്തോഷമായി. ഇതേപോലെ നമ്മളെല്ലാരും നമ്മളെ എനർജി കൂടി സന്തോഷം വന്നു. നമ്മളെ ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എന്തെല്ലാം ഉള്ളതെന്നെല്ലാം കാണിച്ചു തരാം. പ്ലേറ്റ് എല്ലാം വെക്കുന്ന നേരമായത് ആദ്യത്തെ മേലാണെങ്കിൽ ഒരു പണിയെടുക്കുന്നതാണ്. പണിയെടുക്കുന്ന റാസി. ഞാൻ വീട്ടിൽ പോലും സ്വന്തമായിട്ട് എടുത്ത്
ഇപ്പൊ സ്വന്തമായിട്ട് എടുത്ത് തിന്നണമെന്നൊക്കെ പറയാം. ഒരു കല്യാണ പരിയിൽ വന്നിട്ട് ഇതൊക്കെ ശരിയാണോ റാസി? ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണോ? കാരണം നമ്മളെ അങ്ങനെ കല്യാണം അല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ആവണോ അല്ലേ? നമ്മൾ സഹകരിച്ചിട്ടാണ് മാമനാണ് ഓൾ ആൻഡ് ഓൾ. ഇവിടുത്തെ മാമൻ ആണ് ഓൾ ആൻഡ് ഓൾ. മച്ചാനിതാ ആരിത് മെയിന് അല്ലെന്റെ പിള്ളേരെടുത്തു പിള്ളേർക്ക് മഴ എടുക്കാൻ ഇഞ്ഞ മഴ എടുക്കുക. അടുത്ത പരിപാടിയാ സാഗരി പിള്ളേരെല്ലാം ആക്റ്റീവ് ആക്കാറ്. എനിക്ക് എന്താ പറയാ ബ്ലോഗ് അതെ അഭിമാനം. ബാക്കിയുള്ള ഫുഡ് നമ്മളെ ഫുഡ് കഴിക്കട്ടെ. നമ്മളിരുന്നിട്ട് കഴിച്ചാൽ പോരാ, നമ്മളിരുന്നിട്ട് ബാക്കിയൊരു വഴി കൊടുത്തോ. നമ്മൾ എന്നിട്ട് ബാക്കി എന്തൊന്നും എനിക്കില്ലേ. അവസ്ഥയാണ് മൊത്തത്തില്. അവസ്ഥ ഒന്നല്ല, കിടിലാണ്. ഇല്ല വൈബന്നെ പിടി വൈബന്നല്ല, വൈബോട് വൈബ്. മാമ അമ്മക്ക് ഫുഡ് ഓക്കെ മാമ സെറ്റാക്കും. എല്ലാം മാമനാണ് മെയിൻ. പിയാപ്പളനോട് എല്ലാരും വരണം പിയാപ്പളനോട്. ആജുന്റെ കളക്ഷൻസ് ആണ് പിയാപ്പളനോട് വരണ്ടേന്ന് ചോദിച്ചു. അപ്പം വരണം നിർബന്ധം. ആരായാലും വരണം. സർപ്രൈസ് ഉണ്ട്, വ്ലോഗ് സർപ്രൈസ് ഉണ്ട്. ഇതൊരു സർപ്രൈസ് നിൽക്കുമല്ലോ. സർപ്രൈസസ് ആജുന്റെ അതിന് ആര് പറയാ ഞാനെങ്കിലും എല്ലാം വെറുതെ അരച്ചിറക്കാറ് വെറുതെ കാണിച്ചത് വെറുതെ നമ്മളായിരുന്നു ഇതില്ല. അതിന്റെ അടുത്ത മിനിച്ചുള്ള ആദ്യന്റെ ആയിരിക്കും കല്യാണോ? ആജുവിന്റെ ആയിരിക്കും പറയാൻ എല്ലാവരും. എനക്കൊന്നുമില്ല ആജുവിന്റെ ആയിരിക്കുന്നത്. അതിലും മുന്നേ ഇപ്പോ നിഡു ഉണ്ടാവും, പിന്നെ ഇവ ഉണ്ടാവും, പിന്നെ ആജു. ചിലപ്പോ സർപ്രൈസ് ഒരു നൂഹേന്റെ ഉണ്ടാവും ഫസ്റ്റ്. ഇല്ല ഫസ്റ്റ് ആരുണ്ടാവും? ആജുവിന്റെ ഉറപ്പാ. മാജി ആയിരിക്കും മെയിന്. മാജി മെല്ലെ തിന്നു. മാജി എന്തത്? മാജി എല്ലാവരും കണ്ടോ? മാജി 5 കൊല്ലം കഴിഞ്ഞിട്ട്. ആരെ ഉറപ്പിക്കും. നമ്മള് ചോറ് വന്നിട്ടുണ്ട്. അതാണോ 3 പ്ലേറ്റ്? അതാ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറവാണ്. പണിയെടുത്ത് തുടങ്ങണം. എപ്പോഴത്തെ ടീമിൽ പണിയെടുക്കുന്നത്? ആള് കൂടുമ്പോ നമുക്ക് എടുക്കാം അല്ലേ? അപ്പൊ നമ്മള് ഫീൽഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മളിനി ക്ലാസ്സിൽ പോയടാ, എല്ലാം പോയി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഇതാ ടീംസ് ചെയ്താ പോകുന്നത്. ഓ അടിപൊളി, സൂപ്പർ നെട്ടിക്കൽ ബിരിയാണി. നമ്മളിവിടെ നുഹനെ കൊണ്ടാക്കണം. Hello guys, welcome back to our YouTube channel. So today we are ബാക്കിയറിയില്ല അതെന്റെ സെപ്രീന മങ്ങലാണ്. സോ നമ്മളിവിടെ വൈബാക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ എപ്പോ പോവാ? കൊണ്ടാക്കി തിരിച്ചു വന്നിട്ട് നമ്മൾ ഒരേ തുള്ളലായിരിക്കും. നിങ്ങൾ പിടിക്കാ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. പറഞ്ഞോ അപ്പൊ അവർക്ക് ആഗ്രഹമില്ല, ഓർ പോയി. അവർക്ക് ആഗ്രഹം നമ്മൾ ആഗ്രഹം നിങ്ങൾ ഉണ്ടായില്ല. ആ നിങ്ങൾ ഉണ്ടായില്ല. സപ്രൈന്റെ ഉപ്പയാണത്. വെള്ള ഷർട്ട്. അടി കിട്ടോ മാജി?
ഇരുട്ടടിയായിരിക്കും. ഇരുട്ടടിയായിരിക്കും ചാൻസ് ഇല്ല. ഇരുട്ടടി നമ്മൾ കാണാൻ അടുത്തതായി പോകുന്നത് ഇരുട്ടടി. ഇരുട്ടടിയായിരിക്കും പറഞ്ഞു വരുന്നത്. നമ്മളെ മച്ചാനാണ്. ഓക്കെ, നമ്മളെന്നാ പോയിട്ട് ഇറക്കിയിട്ട് വരും. ഇറക്കുന്നതാണോ വിചാറില്ലേ? ഓ നമ്മളെ 2 ടീമിന്റെ വൈതെറ്റിക്കുണ്ട്. 2 ടീം നമ്മളെ കാത്ത് നിൽക്കുന്നതാണ് ഇപ്പൊ പോയ ഏട്ടന്റെ അറിവ് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ബസ് ഇന്നലെ ഞാനിവിടെ കുത്തിന് മരളും കിടന്നിട്ട് ഇവിടെ ഒരു ബസ് പോയിക്കില്ല. ഇന്നിതാ വെറുതെ എല്ലാം ബസ് പോകുന്നു. ഒന്നും പറയണ കാഴ്ച. നമ്മളെ ഭാഗ്യങ്ങൾ അങ്ങനെയാണ്. നമ്മളങ്ങനെയാണ് വ്ളോഗ്. നമ്മൾ തിളങ്ങുന്നുണ്ടല്ലോ നമ്മളെ. അതാ അതൊന്നും പ്രശ്നമില്ല, മാമന്മാരൊന്നും പറയുന്നില്ല. നീ വ്ളോഗ് എടുത്തോ, ഓരോ മാമന്മാർ അങ്ങനത്തെ ഉണ്ടാവും. ഇനി പറഞ്ഞോ, നീ തിരിച്ചോ, ഞാൻ തിരിച്ചെത്തരാം. നീ പറഞ്ഞോ. നൈറ്റ് ഡ്രൈവിന് വന്ന നൈറ്റ് ഡ്രൈവ് ഇവിടെ പുറമേരി പമ്പിന്റെ അടുക്കാരെ. പമ്പ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ചുരത്തും പോണാ. ചുരത്തും പോണാ. ഇനിയിപ്പൊ ചുരത്തും പോണാ നമ്മള് പോകും. ഇപ്പൊ പോവാ. ഇവിടെ പോവാന്നെല്ലാം പറയും. പക്ഷെ നമ്മള് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വിളിക്കോളും ഉമ്മ. അറിയാം. പിന്നെ ഓടേണ്ടി വരും, അങ്ങനെ പറക്കണ്ടി വരും ഇങ്ങോട്ടേക്ക്. ഒരു സീനും ഇല്ല. ഉമ്മ ഇത് കാണുന്നുണ്ടല്ല, കാണിക്കണേ. എല്ലാ ഉമ്മമാരും കാണിക്കണേ ഇത്. നമ്മളെ ടീമിനെ കൂട്ടാൻ പോയാ ഇപ്പൊ 2 ആളെ കൂട്ടാൻ പോയിക്കണേ, അതുപോലും കാണുന്നില്ല. അപ്പൊ നമ്മള് പോയിട്ട് നമ്മളൊന്നും തിരിക്കും. 2 മിനിറ്റ് ഒന്നുമില്ല, 5 മിനിറ്റ് എന്തായാലും. അതാ വടകരക്ക് ബസ് പോയി. അതാ ഓലക്കാടിന്റെ ബസ് പോയി. അതാ പോന്നു. ഇവലിത് ഭാഗ്യമില്ലായ്മ തോന്നുന്നു. ഇവലെ ജസ്റ്റ് മിസ്. ബസ്സും പോയി. ഇനി അടുത്ത ബസ് എപ്പാന്ന് ഇൻഷാള്ള പറിച്ചെന്നറിയാം. ഇനി നമ്മൾ കളത്തിലിറങ്ങണം. നമ്മൾ കളത്തിലിറങ്ങിയാൽ എന്തോ നടക്കും അല്ലേ? പിള്ളേരെ കാണുന്നില്ല, കൂട്ടുപോകുമ്പോഴേ കാണുന്നില്ല, കൊണ്ടാക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചാമ്പലാണോ അല്ലെങ്കിൽ എന്തോ പറ്റിയതാണോ എന്ന് അറിയില്ല. എന്തായാലും വേറെ റൂട്ടൊന്നുമില്ല. ഇവർക്കൊന്നും ഇവിടുത്തെ റൂട്ടൊന്നും അറിയണം. അതുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും ഈ വൈക്കാ വരുന്നതിൻ്റെ പേരും. അപ്പം നമ്മളിനി വരെ കൂട്ടം പോകുന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നും കാണില്ല. നമ്മളിനി വരെ കൂട്ടിയിട്ട് വരാം. നമ്മൾ കൂട്ടം ഇല്ലെന്നല്ല, നമ്മൾ ഇവിടെ എത്തുന്നതാണ്. ഓക്കെ, അങ്ങനെ കിട്ടിക്കിണ്ട തിരിച്ചു വരാം. ഓക്കെ ബൈ. അപ്പോൾ ഗായ്സ് നമ്മൾ കൂട്ടാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ എത്തിക്കുന്നുണ്ട്. ഇതൊരു മിറാക്കൾ തിളങ്ങി നിൽക്കുന്നത് എൻ്റെ ലൈറ്റാണ്. ഇതാണ് റാസിക്ക വന്നിട്ടുണ്ട്. എന്താ പറ്റിയ എന്താ പറ്റിയത്? അവരുടെ വണ്ടി ഞാൻ നോക്കുമ്പോണ്ടാ നിർത്തിയിട്ട് എന്താ പറ്റിയ? വണ്ടിക്ക് വേണ്ടിട്ട് ബസ് ഇപ്പൊ ഒന്ന് പോയിക്കാളൂ. പോയി ബസ് സ്റ്റോപ്പ്. നമ്മൾ ബസ് സ്റ്റോപ്പ് മൈക്ക് ഇവിടെ വെക്കണ്ട, അല്ലാണ്ട് കൈ പിടിക്കേണ്ട സാധനമല്ല. ഡാൻസ് കളിക്കണേ പോയിട്ട്. ചായ കളിക്കണ്ടേ? പോകുമ്പോ ചായ അടിച്ചാലോ? ഇവക്കോടെ പോണെന്നല്ല പറഞ്ഞു. അത് നല്ല തീരുമാനം. അത് നല്ല തീരുമാനം. അത് കൂടായി ഒന്നും പറയില്ല. മരത്തിന്റെ മേലെ വിടാ ഞാൻ പറഞ്ഞ അത് റെഡിയാ. ഓട്ടോ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ബസ് മാത്രം പോകുന്നില്ല. ഓട്ടോ എല്ലാം പോകുന്നുണ്ട്. ഇതന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ബസ് സ്റ്റോപ്പാണ്. ഇതാണ് പുറമേരി ബസ് സ്റ്റോപ്പ്. പുറമേരി ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ബസ്സും കത്തിക്കുന്നത് അല്ലേ? ഹോപ്പല്ല, ഒമ്പേർക്ക് ബസ് ഉണ്ട്. ഹോപ്പൊന്നുമില്ല, ബസ് ഉണ്ട്. 9 ബസ് ഉണ്ട്. പേടിക്കൊന്നും വേണം. ടെൻഷൻ ടെൻഷൻ. 9 ബസ് അപ്പൂടിയെല്ലാം മാവൻ പറഞ്ഞു. സൈക്കിളിന്റെ പീടിയെ കണ്ട അപ്പൂടിയെല്ലാം മാവൻ പറഞ്ഞു. ഈച്ചനാട്ടിയാ? ഈച്ചേനെ ആട്ടിയിരിക്കും. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ. എനിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ ടെൻഷൻ ഒന്നുമില്ല. എന്താ എനിക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിനി ഓലെ കൊണ്ടാക്കണ്ടേറ്റ് ഇച്ച കടമയല്ലേ? ഭയങ്കര ടെൻഷൻ. Full of tensions. അതന്നെ. This is my sister. Yeah. ഇപ്പൊ ബ്രദർ ആണ് ഇത്. Yes, my brother. Yes, of course. സിസ്റ്റർ മദർ. ഞങ്ങൾ ഒരേപോലെ ഇല്ല. സിസ്റ്റർ ബ്രദർ ബോണ്ട്. അതാണ് ബോണ്ടയാണത്. സർപ്രൈസിന്റെ കാര്യങ്ങൾ സർപ്രൈസിന്റെ കാര്യങ്ങൾ ഇങ്ങനല്ല. സർപ്രൈസിന്റെ കാര്യം ഇനി പറ വീട്ടിൽ ഒരു സർപ്രൈസിന്റെ കാര്യം ഇങ്ങനറിയില്ല. എന്താ കേക്ക് കൊടുത്തേ?
എന്റേതും ഇവളെ പിറന്നാൾ ഒരു ദിവസം, പക്ഷേ കേക്ക് അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഇവന്റെ ബർത്ത്ഡേ അപ്പൊ ഇനി രണ്ടു കൊറേ അപ്പോഴാണ് അല്ല ഒരു കേക്ക് ആയിട്ട് സംഭവം തരാനില്ല കുറെ ഉണ്ടാവില്ല ചങ്ങായി ഇല്ലാത്ത പറ 12 മണിക്ക് വിളിച്ചു കുടുംബക്കാലൊക്കെ സുപ്രിയ അതല്ല ജലജ ഒരുപാട് കാരണം എന്തുകൊണ്ടാണ് എനിക്ക് കേക്ക് വാങ്ങിത്തത്? അതെനക്ക് അറിയില്ല. ഞാനും എന്താ പറയാ ഷോക്ക്ഡ് ആയിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു കേക്ക് കിട്ടിയപ്പോ? കേക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതിൽ, ഇങ്ങനെ ജനിക്കാതെ പോയൊരു ബ്രദർ, അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ബ്രദർ എന്താ പറയുള്ളത് സിസ്റ്റർ കൊടുത്തതിനെ പറ്റി? വളരെ ഹാപ്പിയാണ്. സംഭവം കടയെല്ലാം വാങ്ങിയിട്ടാണ് ഗൈസ് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത്. മേ ബി ആയിരിക്കും നമ്മുടെ അടുത്ത് റിച്ച് ആണ്. എന്നാ കൊണ്ടാ 50 രൂപ കണ്ടാ ഗൈസ്, ഒരു 50 പോലും ഉണ്ടാവില്ല ഓന്റെ അടുത്ത്. അപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഓന്റെ ആ മനസ്സ് കാണണം. ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായ ഓന്റെ മനസ്സ് അല്ലേ റാസി? നിനക്ക് ആ ഷോപ്പിൽ നിന്ന് എന്തും വാങ്ങാം, പൈസ കൊടുക്കാം. വ്ലോഗ് സാക്ഷി പോയി വാങ്ങിക്കോ. എനിക്ക് 2 സെക്കൻഡ് സമയം. ഓക്കെ ഇന്ത്യ എത്ര ഡിവിഷന്? എന്റെ സെക്കൻഡ് ഡിവിഷൻ. എന്റെ ഡിവിഷൻ എന്റെ ജസ്റ്റ് ഒരു ശതമാനത്തിന് പോയി, 1%. എന്റെ 59. ഇവള് പ്രൊഫഷണൽ പഠിപ്പിയാണ്, നമ്മളെ ക്ലാസ്സിലെ മെയിൻ പഠിപ്പിയാണ്. എനിക്ക് വന്നില്ലടോ. എനിക്ക് വന്നിക്കില്ല. റേഷൻ കാർഡില്ല. പ്രൊഫഷണൽ റേഷൻ കാർഡോ? ഇല്ല, റേഷൻ കാർഡിൽ എങ്ങനെ കിട്ടുക? ഗൈസ് ഇവൻ എന്നെ പറ്റിക്കുന്നു. ഇനി അരി വാങ്ങിക്കാം, എപ്പോഴെങ്കിലും അരി വാങ്ങിക്കാം. ഉമ്മ വാങ്ങിക്കുന്നു. ഉമ്മ വാങ്ങിച്ചപ്പോ ഇഞ്ഞു വാങ്ങി എനിക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ ഫുള്ള് പ്രശ്നമാണ് ഗൈസ്. തണുക്കുന്ന ഗൈസ്. പ്രശ്നമല്ല മറ്റോ കൊല്ലന്ന പ്രശ്നമാണ്. ബസ്സില്ല, തണുപ്പ്. നാളെ എംജിന്റെ ഒരു എൻട്രിയിൽ ഉണ്ടാവും. നാളെ ഒരു വണ്ടി സർപ്രൈസ് ആണ്. നാളെ വണ്ടിന്റെ സർപ്രൈസ് ഉണ്ട്. മഞ്ഞ് കൊണ്ടിക്കില്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മഞ്ഞ് കൊള്ളുന്നു. ഇന്നലെ ഹുഡീസ് എല്ലാം ഇട്ടിട്ട് വന്നേ. ഇന്നലെ ഹുഡീസ് ഫുൾ കവേർഡ്. ഓ, ഹെൽമെറ്റ് വരെ ഇട്ടിട്ട്. അവസ്ഥ മൂഞ്ചി. ബസ് 9:30 ബസ് 9:30 ബസ്സില്ല അല്ല. ഇതെല്ലാണ് മനുഷ്യന്മാർ. ഏടാ കൊഞ്ചല് കൊഞ്ചലുണ്ട് ഗിരിഞ്ഞിടാ. ഇത് ഇത്രയും വല്ല പ്രശ്നം നടക്കുമ്പോ കൊഞ്ചുന്ന എടാ പുതിയ ബന്ധങ്ങളൊക്കെ. അതെങ്ങനാ ആളത്ര പൈസ കിട്ടു? ഗൈസ് നമ്മളെ ഇനിയിപ്പോ നാദാപുരത്ത് ഇറക്കിയിട്ട് ആർന്നൊരു പരീക്ഷണം. ഓക്കെ ഗൈസ്, നമ്മളെ നാദാപുരത്ത് എത്തിയിട്ടാണ് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളെ നാദാപുരത്ത് എത്തിക്കണ്ടേ. പള്ളിയിലെ ബാക്കി പാട്ട് അറിഞ്ഞോളാം. പാട്ട് കോപ്പി റൈറ്റ് പാട്ട്. നമ്മളിന്ന് കല്യാണം കൂടെ വന്നതാണ്. കല്യാണം പച്ച ഷർട്ട്. കല്യാണം ഇപ്പൊ നമ്മള് പോകും. അവിടെ ഒരു ടീമിനെ ഉണ്ടാക്കും. വീഡിയോ ഇവിടെ ചെയ്താൽ പോവും. എങ്ങനെയുണ്ട് കല്യാണം? കല്യാണം പോലെയുണ്ട്. കല്യാണത്തിന് വന്നിട്ട് ഇവിടെ നാദാപുരം ടൗണിലേക്ക് ഫീൽ എങ്ങനെയുണ്ട്? ഫീൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നും പറയാനില്ല. നാദാപുരം ഈസ് വെരി ബ്യൂട്ടിഫുൾ. മധുരമേറും ആഘോഷങ്ങൾ, മധുരമേറും. ആരാ വിളിക്കുന്നത്? ഇപ്പൊ നാദാപുരമാണല്ലോ. നമ്മള് നേരെ പോകും. സഫീനന്റെ കല്യാണം ടീമിനെ അവിടെ ഉണ്ടാക്കും. കുറച്ച് ടീമിനെ ഉണ്ടാക്കും. പിന്നെ ഡാൻസ്. എല്ലാരും അറിഞ്ഞു. എല്ലാരും ഉറങ്ങുന്നുണ്ടാവും. ആണെങ്കിൽ ഒരു 2 മണി 3 മണി വരെ ഓണം. ഇപ്പൊ നമ്മളെ അങ്ങനെ പോലെയാണ് ഉള്ളത്. ഇപ്പൊ കണ്ടിട്ട് ഇല്ല, അങ്ങനെ തോന്നില്ല. അടിപൊളി പരിപാടി ചെയ്യുന്നു. കൊറേ ടൈം നമ്മള് എൻജോയ്. ഞാൻ ഇന്നലെ ഇതേ സ്കീമിലാണ് ഗൈസ്. ഇന്നലെ നമ്മൾ നാദാപുരം ടൗൺ ഇറങ്ങിയതാണ്, വേറൊന്നല്ല. ഇന്നലെ ഞാൻ ഇവിടുന്ന് എത്ര മണിക്കാ? നമ്മൾ എത്ര മണിക്ക് ഇന്നലെ പോയെ? 12 മണി. ആ, അതും ബെസ്റ്റ്. ഞങ്ങൾ ഫുഡ് കൂടി കഴിച്ചു. ഇന്നലെ ഫുഡ് കഴിച്ചു. നമ്മളിന്നലെ ഇവിടുന്ന് ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ കല്യാണം പോയിക്കൊടുക്കുന്നത്. നാളെയെങ്കിലും
നാളെ എങ്കിലും നമുക്ക് കല്യാണം കാണാൻ പറ്റില്ല. കല്യാണം കളറാക്കുന്നു. കളറാക്കാൻ പറ്റുമായിരിക്കും ഇൻഷാല്ലാ. ആക്കിയിരിക്കും. നാളത്തെ കോസ്റ്റ്യൂമിനെ പറ്റി അത് കോസ്റ്റ്യൂം എല്ലാം കണ്ടോ? വരും, സാധനം വരും, അപ്പൊ കാണാം. എന്താണ് വീട്ടിൽ പറയണത് നാളെ പറ്റി? നാളെ എണീച്ചാൻ വരും. അങ്ങനെ പറയ്. മഞ്ഞ് മഞ്ഞ് തന്നെയല്ലേ? ഞാതാ ഉദ്ദേശം മരിച്ചു പോകുന്നല്ല. സോറി കോപ്പി കട്ട്. ഇവിടുന്ന് അടിക്ക പൈസ നമ്മള് ആരെയാ കാത്തുക്കുന്നത്? നമ്മള് ഡ്യൂഡിയുടെ പൂക്കിയെ ജുപ്പാ കാണിച്ചു കളി. ഞാള് പട്ടീസാ. ആ ഇതാ തീരാത്ത എന്താ ഇത്? അടികിട്ടിയ ലൈവ് അടികിട്ടി നമ്മള് ലൈവായിട്ട് ബൈക്കുമ്പലാണ്. അതുകൊണ്ട് നമ്മള് വീഡിയോ കാണിക്കൂല, പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മള് വീഡിയോ കാണിക്കൂല. നമ്മള് റാസിന്റെ ബുള്ളറ്റ്, നമ്മളെ ആക്സസ്, നമ്മളെ റിച്ച് കളികൾ, ആക്സസ് ടീമാണ്. ഞങ്ങൾ പോവാതെ എന്തിനാ വന്നത്? ഇങ്ങനെ കൂട്ടി കൊണ്ടത് ഇവൻ പറഞ്ഞിട്ടാ ഞാൻ വന്നേ. എനിക്ക് വരാണ്ട് കൊണ്ടായി തരുന്നില്ല. നീ കണ്ടു തുള്ള മോനെ, നീ തുള്ളു ഇല്ല. അതൊക്കെ ഒരു മൈൻഡിൽ എടുക്കാം. ഞാൻ പിന്നെ വിചാരിച്ചു നാദാരുണ്ട് നടുവിൽ ആടെ വെക്കാം. ഒന്നുമില്ല, ഇങ്ങനെ കളിക്കുന്നുണ്ടോ? കളി എന്താ അത്ര കാര്യം. എന്താ വയ്യേ? എന്താ ഇല്ല പറ്റിയേ? എന്താ വയ്യേ? അടുത്ത ടയർ കൊടുക്കുന്നത് ഇവന്റെ വീട്ടിൽ നിൽക്കാം. ഇവനോട് അമ്മ ചായ വാങ്ങി തരൂ. ഇവൻ ട്രെയിനിൽ ഉള്ളി അങ്ങ് പോയി നിർത്തിയിട്ട ട്രെയിനിൽ ആകെ 2 മിനിറ്റ് ആണല്ലോ വണ്ടി എടുക്കും. ഇവൻ ഓടി റെയിൽവേ ട്രാക്കിൽ ഓടി പ്ലാറ്റ്ഫോം തൊട്ട് വന്ന് കറക്റ്റ് അന്നേരം ഓൺ വെച്ചു. അതല്ല ടയർ, അതല്ല പോട്ടെ അതുകൊണ്ടൊന്നല്ല ഓളെ ഇവിടെ അറിയുന്ന ആരുമില്ല. അല്ല അത്രേ ഉള്ളൂ ഗൈസ്, അല്ല അത്രേ ഉള്ളൂ. നമ്മള് പുതിയൊരു ടയർ കൊടുക്കാം. ഒരു ദിവസം ഒരു ടയർ. അത് ഞാൻ അടുത്ത വീഡിയോയിലത്ത് എന്ത് ടയർ വേണം നിങ്ങൾ കമന്റ് ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. സപ്പോർട്ട്, ഷെയർ, സബ്സ്ക്രൈബ്. നോവാന്റെ ഒരു സംബന്ധക്കാര് പഠിച്ചോൻ കണ്ട് കാറ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് റിലേറ്റീവിനെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നിട്ട് ഇതാ നൂഹ പോന്നാ നൂഹക്കാരുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് വിജയകരമായിട്ട് ഇത് നമ്മുടെ എന്ത് ചെയ്യും? ഇവരെ നമ്മള് കാർ കയറിയിട്ട് നമ്മള് നമ്മള് കല്യാണത്തിന് പോയി കല്യാണത്തിന് വേണ്ട. ഓക്കെ നമ്മള് കല്യാണ പൊരലെത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വന്ന പോലെ ഇവിടെ ഫുള്ള് വൈബാണ്. പിള്ളേർ സീനുമായി അടുത്ത പാട്ട് നമ്മള് വരുമ്പോ പാറല മാറ്റി ആരെ വെക്കുന്നേ? പുതിയ പാട്ട് മേടിക്കണം. പാട്ടിനെ പറ്റി പാട്ട് പോരാ. എന്താ അതല്ലടോ
ചെന്ത് ചൊപ്പയാണ് ക്യാമറ എന്നെ കൊണ്ട് നീങ്ങുമ്പോ ചെന്തത് ചെന്താ നേരത്തെ നമ്മളാണ് ഫോട്ടോ എടുത്തയാ ഇതാരാ കാണാലോടാ ഒക്കെ തിരിഞ്ഞ് നമ്മളെ ഹോട്ടൽ എടുത്തില്ല നമ്മളേട്ടാ അവിടെ ഫോട്ടോ അടിക്കുന്ന ആരോ കാണിക്കുന്നത് ലോകം ഓണോ കൊടുക്കുന്നത് കൊടുക്കാൻ പറ ഫുഡ് കഴിക്കാം പുക ഊതി ഊതി പാട്ടൊക്കെ പറ്റുമോ പോയാ ഓക്ക് മാത്രം വരുന്നില്ല എനിക്ക് വയ്ക്കായിരുന്നു പാട്ടൊക്കെ പറ്റി പോയാ അച്ചങ്ങായി നമ്മളാ പാടെല്ലാം വെച്ച് അടിപൊളി സെറ്റ് ആവുന്നത് റെഡി കോപ്പി റൈറ്റ് പാട്ട് നമ്മൾ നിർത്തുന്നില്ല നമ്മളിവിടുന്ന് ഇനി കല്യാണം പറയുന്ന ഉറക്കൊക്കെ ഇനി ചായ കുടിക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത് ഇനി അത് ചായ കുടിക്കാൻ പോകുന്നല്ലേ ചായ കുടിക്കാൻ പോകുന്നല്ലേ അച്ചു ചായ കുടിക്കാൻ പോയാണ്ട് ടീംസിനെ കാത്തിക്കുന്നത് ഫുൾ ഓഫ് നമ്മളെന്ന് പറയുന്ന ചായയാണ് നമ്മളെ മെയിൻ ഇപ്പൊ ഉറക്കൊക്കെയാണ് ചിലപ്പോ ചായ കുടിച്ചാലും തന്നെ പോകും ചിലപ്പോ ഈ വ്ളോഗ് ചിലപ്പോ ഇവിടുന്നൊക്കെ എൻഡ് ചെയ്യും ചിലപ്പോ ഇവിടുന്നല്ല നമ്മള് ചായ കുടിച്ചിട്ട് എൻഡ് ചെയ്യും അപ്പൊ നമ്മളെ കല്യാണ വൈബ് തന്നെ ഈ നാളെയാണ് നമ്മളെ മെയിൻ വരുന്നത് അപ്പൊ സെക്കൻഡ് പാർട്ട് നാളെ ഉണ്ടാവും 2 ഡേ ആയിട്ട് നമ്മൾ വ്ളോഗ് ഇടുന്നു ഓക്കെ അപ്പൊ നാളത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം ഇന്നത്തെ വീഡിയോ കാണണം ഓക്കെ ഫുള്ള് കാണിക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഓക്കെ ബൈ നമ്മൾ ചായപ്പീടിയിലെത്തിയിട്ടാണ് നമ്മള് ചായ കുടിക്കാൻ ആൽഫയിൽ വന്നിട്ടുണ്ട് റിച്ച് കളികൾ മാത്രം ആൽഫയിൽ അതിന്റെ ചായ കുടിക്കലാണ് നമ്മളെത്തുന്ന പരിപാടി ഗൈസ് ഇന്ന് ചായ എങ്ങനെ ഉണ്ടെന്നും എല്ലാം പറഞ്ഞുതരാം നല്ല ഉറക്കം വെക്കുന്നുണ്ട് ഉറക്കെല്ലാം സെറ്റാട്ടെ അത് ചായ കുടിച്ചിട്ടായിരുന്നു ചായ കുടിക്കാം വാ ചായ കുടിക്കണ്ടേ ചായ കുടിക്കാൻ പോകാം ഒന്നും എവിടെയാണുള്ളത് പറയാ എവിടെയാണുള്ളത് ഓ കറക്റ്റ് റെഡിയാണ് പറയൂ 20 റാസി എത്രയാ ആരാ 20 ഓള് സ്പോൺസർ ഇവളാണ് സ്പോൺസർ ഓള് വിളിച്ച് പൈസ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് റാസിയാണ് മെയിൻ ഏത് വേണമെങ്കിൽ ഓർഡർ ചെയ്തോ റാസി എന്ത് വേണമെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞു അതെല്ലാം പറയാളൂ എനിക്ക് ചായ റാണി 3 റാണി ഇതെന്താ ആദ്യം സീരില്ല കസരട് ചായ എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളെ ചായ എല്ലാം കുടിച്ച് ഇനി വില ഇറക്കി കൊടുത്തിട്ട് നമ്മളിന്ന് വീട്ടിൽ പോകും അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക വെച്ചാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വ്ളോഗിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നാളെ കല്യാണത്തിൻ്റെ വീഡിയോ നാളെയാണ് അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും കാണാം അപ്പോൾ ഓക്കെ ബൈ ഗൈസ്